കൊല്ലം ചടയമംഗലത്ത് KSRTC ബസ്സും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ അമ്മ മരിച്ചു. മകൻ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. നിലമേൽ വെള്ളാമ്പാറ സ്വദേശി ശ്യാമളകുമാരിയാണ് മരിച്ചത്. കാറിൻ്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. മനോജ് ചേരുന്നു. മനോജ്, അപകട വാർത്തകൾ എല്ലാ ദിവസവും നമുക്ക് ഇത്തരത്തിൽ നൽകേണ്ടി വരുന്നു. ഇന്നലെ ആലപ്പുഴയായിരുന്നു വലിയ ഒരു അപകടം നടന്നത്. എല്ലാവരെയും കണ്ണീരിലാഴ്ത്തി മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണം. ആ മരിച്ചവരുടെ ശവസംസ്കാര കർമ്മങ്ങൾ നടന്നു വരുന്നതേ ഉള്ളൂ. അതിനിടെയാണ് രാവിലെ ശബരിമലയിൽ നിന്ന് പോയ ഒരു ബസ് മറിഞ്ഞ് ഒരു അയ്യപ്പൻ മരിക്കുന്നു. ഇപ്പോൾ മറ്റൊരു അപകട വാർത്ത കൊല്ലത്ത് നിന്ന് വരുന്നു. അമ്മയും മകനും അപകടത്തിൽപ്പെടുന്നു, അമ്മ മരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ മനോജ്. വിനോദ്, വളരെ ദുഃഖകരമായിട്ടുള്ള വാർത്ത തന്നെയാണ്. കുറച്ച് നേരം മുമ്പാണ് ഈ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് രാവിലെയോടുകൂടി ഈ KSRTC ബസ്സും കാറും ഈ ചടയമംഗലത്ത് വെച്ച്, അതായത് MC റോഡിലെ ഇളവക്കോടാണ് ഈ ഒരു അപകടം നടക്കുന്നത്. അവിടെ വെച്ച് കൂട്ടിയിടിക്കുകയായിരുന്നു. അതായത് കാറിന്റെ മുൻവശവും അതോടൊപ്പം തന്നെ ബസിന്റെ മുൻവശവുമാണ് തകർന്നിരിക്കുന്നത്. കാർ പൂർണ്ണമായും തകർന്ന നിലയിൽ തന്നെയാണ്. ഈ നിലമേൽ വെള്ളാമ്പാറ ദീപു ഭവനിൽ ശ്യാമളകുമാരിയാണ് മരിച്ചിട്ടുള്ളത്. ഇതിൽ രണ്ടുപേരാണ് ഈ കാറിൽ യാത്ര ചെയ്തത്. അമ്മയും മകനുമാണ്, ശ്യാമളകുമാരിയും അതോടൊപ്പം തന്നെ മകൻ ദീപുവും. ഈ ഒപ്പമുണ്ടായിരുന്ന ദീപുവിനെ പരിക്കുകളോടുകൂടി, അതായത് ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ എന്നാണ് അറിയാൻ സാധിച്ചത്, തിരുവനന്തപുരത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായാണ് വിവരം. എന്തായാലും ഈ മറ്റൊരു വാഹനത്തെ മറികടന്നു വന്ന ഈ കാറ് ഈ ഇരുചക്ര വാഹനത്തിൽ ആദ്യം ഇടിച്ചു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ ബസ്സിലേക്ക് ഇടിച്ചു കയറിയത് എന്നുള്ള കാര്യമാണ് അറിയാൻ സാധിക്കുന്നത്. ഈ അമ്മയും മകനും ഈ കാറിലുണ്ടായിരുന്നു. ആ സമയത്താണ് ആദ്യം ഇരുചക്ര വാഹനത്തിൽ ഇടിക്കുന്നത്. പിന്നീട് ബസ്സിലേക്ക് ഇടിച്ചു കയറുന്നത്. ബസ്സിൽ യാത്രക്കാരുണ്ടായിരുന്നു. KSRTC ബസ് യാത്രക്കാരുമായി പോകവെയാണ് ഇത്തരത്തിൽ ഈ കാറുമായുള്ള കൂട്ടിയിടി ഉണ്ടാകുന്നത്. തുടർന്ന് ഈ കാർ പൂർണ്ണമായും തകർന്ന നിലയിലേക്ക് പോയി. അമ്മ അവിടെ നിന്ന് തന്നെ മരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും നിലവിൽ ഗുരുതര പരിക്കുകളോടുകൂടി മകനായിട്ടുള്ള ദീപു ചികിത്സയിൽ കഴിയുകയാണ്. ചടയമംഗലത്താണ് ബസ്സും കാറും തമ്മിൽ കൂട്ടിയിടിച്ച് കാറിലുണ്ടായിരുന്ന അമ്മ മരിക്കുന്നത്. മകൻ ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രിയിൽ ചികിത്സയിലാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു മനോജ്.